ആ ജീവൻ തന്നെയാ. സ്കൂളിലേക്ക് പോണ പോലെ ബാഗും. അപ്പൊ താങ്ക് യു എന്ന് പറയും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇത് കുറെ വീഡിയോ എടുക്കുന്നുണ്ട്, ഒന്നും മുഴുവനാക്കില്ല. ഇപ്പോൾ നമ്മളൊരു സ്ഥലം വരെ പോവാണ്. ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടൻ ചേച്ചി ഉണ്ണി. അപ്പോൾ ചേട്ടൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോവാം. ലഗേജ്. അപ്പോൾ വല്യപ്പൻ്റെ വീടെത്തിയപ്പോൾ ഇവിടെ ആരുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പുറത്ത് പോയിക്കാം. എന്നോട് 2 മണിന്ന് പറഞ്ഞതാ, അത് 1 മണിന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിൻ്റെ 2 മണി പറഞ്ഞാൽ പിന്നെ സമയം നമ്മൾ വലിക്കണതാ. അങ്ങനെ ഞാൻ ആയി പിടിച്ച് വന്നപ്പോൾ ഇവിടെ ആരുമില്ല. ഇപ്പോൾ 2:05. ചേട്ടനും എല്ലാവരും റെഡി. ചെറിഞ്ചേട്ടനും കൂടി ഉണ്ട്. അങ്ങനെ 3 പേരായിട്ടാണ് പോണത്. ഞാൻ ദേ കവറിലാണ്. ചേട്ടൻ ഇത്തിരി ഫോർമലായിട്ടാണ് വരണത്. കുറേ നേരത്തെ ലോങ് ഡ്രൈവിന് ശേഷം എവിടെ സ്ഥലം എന്ന് എനിക്കറിയില്ല. ചേട്ടനൊരു ഗുളിയും കൂടി മേടിക്കാണ്ടായിരുന്നു, അതിന് വേണ്ടി നിർത്തിയതാണ്. കോട്ടയം എത്തിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള അടുത്ത സ്റ്റോപ്പ് എത്തി. അപ്പോൾ തെരച്ചിലാണ്. ഇതാണ് എൻ്റെ ചേട്ടൻ പറ്റില്ല, ഞാൻ ഇടും 2 എൻ്റെ അമ്മ വിളിക്കുന്നുണ്ട്. ഹായ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണത്തിന്. എന്നെ വിളിച്ചിട്ടില്ല, എന്നാലും നമ്മൾ പോവാണ്. അത് കാണിക്കും. ഹായ്. ത്രില്ലിങ്ങല്ലേ. അങ്ങനെ പതിവ് പോലെ ഇവിടെ എത്തിയപ്പോഴും നമ്മൾ 2 മണിക്കൂർ വൈകി. സ്വാഭാവികം, എൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് അറിയാലോ. അപ്പോൾ ഇന്ന് കല്യാണ തലയാട്ടാ. ആ പരിപാടികളൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി നേരെ ഭക്ഷണം കഴിക്കാം. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് അവിടെ അടുത്ത് തന്നെ ഒരു റൂം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഒരു ഉറക്കം. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി എന്താ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസെന്ന് കാര്യമുണ്ട്. ഞാനിപ്പോൾ ചേട്ടൻ്റെ കൂടെ വന്നേക്കാണ്. ഒരു ചേട്ടൻ്റെ കൊളീഗിൻ്റെ കല്യാണമാണ്. അപ്പോൾ ചേട്ടനും വേറെ കൊളീഗുണ്ട്, അതേപോലെ ഞാനും ഉണ്ട്. അപ്പോൾ വണ്ടിക്ക് എടുത്ത് ഇന്നലെ വന്നപ്പോൾ നല്ല രസമായിരുന്നു. നല്ല മലയും തേങ്ങി മണിക്കായിരുന്നു. പക്ഷെ രാത്രിയല്ലേ, ഒരു 10:30 ഒക്കെ ആയി വന്നപ്പോൾ. ഉമ്മ കോട നോക്കിയ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല റൂട്ടാണ്. കറക്റ്റ് കുറച്ചും കൂടി ഇവിടെ നിന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ 20 കിലോമീറ്റർ പോയാൽ ശബരിമല. ഇവിടെ ഒക്കെ കിട്ടല റോഡാടാ. നമ്മുടെ തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ കിട്ടല റോഡാണ്. അടിപൊളിയാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഒന്നും കഴിയില്ല. ചായക്കിട ഉണ്ടാവും നോക്കാൻ വേണ്ടി പോണതാണ്. കിട്ടിലൻ പരിപാടി കിട്ടിലനാണ്. നമ്മുടെ അവിടുത്തെ പോലെയല്ല, ഇവിടെ അടിപൊളിയാണ്. പിന്നെ ഫുഡ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കപ്പ ബിരിയാണി ആയിരുന്നു. ഞാൻ ആ സാധനം ആദ്യമായിട്ട് കഴിക്കുന്നത്. കിട്ടില്ല സാധനം. കൊള്ളി കൊണ്ട് നമ്മുടെ ബീഫിൻ്റെ എല്ലും ഇതൊക്കെ ആയിട്ട് അടിപൊളി സാധനം. ഇത് ഇവിടുത്തെ കടകളൊക്കെ ആട്ടാ. ഓ, അർജൻറ്റീന ഉണ്ട് കേട്ടോ അവിടെ. ബ്രസീലില്ലടോ. വലിയ തണുപ്പൊന്നുമില്ല, എന്നാലും ചെറിയൊരു തണുപ്പുണ്ട്. ഒരു ചെറിയ കയറ്റാട്ടാ. അതെടാ, ബസ്സൊക്കെ പോകുന്നുണ്ട്. പത്തനംതിട്ട അല്ല കോട്ടയാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കണ്ടാ റബ്ബർ കാണിച്ചു തരാം. ഉണ്ട്, കാണാനുണ്ട് ഇവിടെ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഉണ്ടെങ്കിൽ ഒരു ഡൗസോട്ട് കയറിക്കോളാൻ പറഞ്ഞു. അത് നോക്കിയില്ല, അതെന്നെ ചെയ്ത്. എല്ലാവരും നോക്കണ്ട്. ആയത് നോക്കണ്ട, നമ്മുടെ നാടൊന്നുമല്ല. എൻ്റെ നാട്ടിൽ തന്നെ അംഗീകരിച്ച്. മറ്റേ ഇൻസ്റ്റയിൽ കതച്ചില്ല. ഇൻസ്റ്റയിൽ വീഡിയോ ഇടുന്ന കാരണം എൻ്റെ നാട്ടിൽ തന്നെ അംഗീകരിച്ച്. ഞാനിപ്പോൾ വീട്ടിലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ എടുത്തോട്ടെ എന്നുള്ള അല്ലെങ്കിൽ
ആദ്യമൊക്കെ എല്ലാവരും നോക്കിക്കാറുണ്ട്, ഇപ്പം അങ്ങനെ നോക്കാറൊന്നുമില്ല. അതൊരു കോമൺ പ്രോസസ്സായി. അടിപൊളി. ഇപ്പോൾ ഞങ്ങളിത് ചായക്കടയും തേടി പോവാണ്. ഹരിശ്രീനൊരു നോക്ക് കാണാം. പോണരിച്ചു. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വന്നേക്കട്ടെ. അടുത്ത് തന്നെ, തൊട്ടപ്പുറത്ത് തന്നെ. ഞാനൊരു 3 വെള്ളയപ്പം ചായ കുത്തി കെറ്റിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കാൻ എന്നെക്കാളും ഇൻട്രസ്റ്റ് ചേട്ടനാണ്. എനിക്കതിൽ അഭിമാനമുണ്ട്. ഞാൻ വളർന്ന് അറിയാവുന്നതുകൊണ്ടെന്ന് തോന്നുന്നു. അയ്യോ, നമുക്കൊരു പുഴ കാണാൻ പോവാണ്. ഭക്ഷണം കഴിച്ചിറങ്ങി. അവിടെ ചേട്ടാ റംബൂട്ടാനാട്ടോ. ശരിയാ, റംബൂട്ടാനൊക്കെ മറ്റേ വലയിട്ട് നിർത്തിയേക്കാണ്. 1-2 ചോദിച്ചാൽ തരുമായിരിക്കും. ഇതിന് പഴയ പാലല്ലേ. കണ്ടിട്ട് നല്ല ആളുണ്ട്, ഒഴുക്ക് കണ്ടിട്ട്. ആണല്ലേ അമ്മീ, ഇറങ്ങാൻ പറ്റൂടോ? ഫോണിൻ്റെ അടുത്ത് പോണ്ട. സീസണാണ്. ഓ, അവിടേക്ക് നോക്കിയാട്ടാ, പോകായി പോകും. ശരിയാണ്. ഒന്നുകൂടി ട്രൈ ചെയ്തോ, നോക്കി വെച്ചാ. ഇത് അതും വീണു അത്ര കേടുണ്ട്. അവിടെ ഒരു വേണ്ടി ചോപ്പ. തോർത്തിന്റെ അടുത്ത് വന്നാലാ നല്ല വെള്ള. നല്ല വെള്ള. ഇവിടെ വന്നിരിക്കാം, അപ്പുറത്തേക്ക് ഇരുന്ന ഒരാൾ കുറയും. പൊട്ടിച്ച് നമ്മ റൂമിലേക്ക് പോവാണ്. ചേട്ടൻ വന്നിട്ടില്ല, ചേട്ടൻ ഒന്ന് കാണിക്കാം. ഹലോ. അവിടെ നിന്ന് പൊട്ടിച്ച് ഞാൻ വീഡിയോ കാണിച്ചേ. പറ ബാക്കി പറ. ഞങ്ങൾ രണ്ടുപേരും ജീവൻ തന്നെയാ. കുട്ടിക്ക് വേണ്ടത്ര അറിയില്ലേ, കണ്ട മനസ്സിലായില്ലേ? ഇതെവിടെ വയ്ക്കുക? ആവശ്യത്തിന് തന്നെയല്ല. പമ്പിയാണ് കേട്ടോ നേരത്തെ കാണിച്ചെന്ന. പിന്നെ നേരത്തെ വെള്ളം മേടിക്കാൻ ഇറങ്ങിയ, വെള്ളം മേടിക്കാൻ ഇറങ്ങിയിട്ട് റംബൂട്ടാൻ പൊട്ടിച്ചാൽ അങ്ങോട്ട് ചെന്നു. വെള്ളം മേടിച്ചില്ല, അത് മറന്നു. തെറി കേട്ടിട്ട് പിന്നെ വെള്ളം മേടിക്കാൻ പോകും. എന്താ ചെയ്യാ, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ലേ. വെള്ളം കപ്പലണ്ടിയും ഇരിക്കണ്ട, വെള്ളം കുടിക്കാൻ മേടിച്ചാണ് കപ്പലണ്ടി. ഞാൻ ഈ ബേക്കറി സാധനങ്ങളൊന്നും തിന്നില്ല. അപ്പോൾ എനിക്കൊരു നേരം പോക്കിന് കപ്പലണ്ടി മേടിച്ചത്. ഇതിപ്പോൾ രാവിലെ തിന്നത് കഴിഞ്ഞ ഏകദേശം 2 വട്ടം ഒന്ന് ഇറങ്ങി കഴിഞ്ഞു. മൈലേജ് ഷോട്ട് ഇവിടെ നമ്മുടെ അടുത്ത പോലെയല്ല, മഴ പെയ്യും. ഇതാണ് നമ്മുടെ റൂം. ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ റൂം വെക്കിയിട്ട് ഇത് ഇറങ്ങുന്നു. അല്ല, ഇവിടത്തെ കാശില്ലേ, ഇവിടത്തെ കാശുമില്ലേ. അതെ അതെ, സ്കൂളിലേക്ക് പോണ പോലെ ബാഗ്
ചിലവര് പോവും. വണ്ടി മഴ പെയ്യണ്ടല്ലേ. വീഡിയോന്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ പറഞ്ഞോളൂ കേട്ടോ. അങ്ങനെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് റബ്ബർ തോട്ടം പരിപാടികളാണ്. തരി സാറില്ല ബോണ്ട് പടം അല്ലെങ്കിൽ എൻ്റെ കോസ്റ്റ്യൂം ഇതാണ്. രാവിലെ 2 വെള്ളപ്പം കഴിച്ചതാണ്. 2 ഇവിടുത്തെ വെള്ളപ്പം കനം കുറവാണ്. അതേപോലെ ഈ കാറ്റ് വർക്കല്ലേ ഹാള്. കല്യാണക്കെട്ടിനെത്തിയപ്പോഴും ഇവിടെ കെട്ട് കഴിഞ്ഞു. ഇനി അവരെ കണ്ട് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ ഭക്ഷണം കഴിക്കാൻ പോകണം. ഏകദേശം നമ്മുടെ ഇവിടുത്തെ കല്യാണത്തിൻ്റെ സദ്യ പോലെ തന്നെയാട്ടാ. നമ്മളിവിടെ പാലടയ്ക്ക് പകരം അവിടെ പാൽപ്പായസം ആയിരുന്നു. ഞാൻ പായസം കുടിച്ചില്ല. പിന്നെ ഒരു ഉണ്ണിമധുരം പോലത്തെ ഒരു കറിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പിടിച്ച് ഒരു 3 പഴം കയറ്റി. സദ്യ അത്യാവശ്യം കൊള്ളായിരുന്നു കേട്ടോ. അതൊക്കെ കുട്ടിയൊരു ഞെരിക്കില്ല ഞെരിച്ചു. ഫുഡ് അടി കഴിഞ്ഞ് അധികം നേരം ചിറ്റന്നില്ല. നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അവിടെ നിന്ന് വന്നപ്പോൾ രാത്രി ഒരു 7:30 ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട്. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ പോയി പിള്ളേരൊക്കെ ആയിട്ട് കുറച്ച് നേരം കളിച്ച് സെറ്റായി. നീ പറഞ്ഞോടുക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ച മാതിരി. ഇനി കുറച്ചു നേരം കൂടി ഉള്ള വീട്ടിലേക്ക് എത്താൻ. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് അത്യാവശ്യം അടിപൊളിയായിരുന്നു. വന്നില്ലെങ്കിൽ മിസ്സായാണ്.